വീട്ടിലെ എല്ലാ പണിയും കണ്ടല്ലോ. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഓൺ പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നുണ്ടല്ലോ നമ്മളെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടാൻ പോവാണ്. ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനലിനെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടന്റ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടെ ഉമ്മാക്ക് പനി കാരണം വീട്ടിലെ എല്ലാ പണിയും, അതായത് ഉമ്മ എടുക്കുന്ന എല്ലാ പണിയും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുക്കുന്ന എല്ലാ പണിയും ഇന്ന് ഞാനാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഉമ്മാൻ്റെ പണി കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു 4-4:30 ആവും ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിയണമെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളത് എടുത്തുകൊണ്ട് എത്ര നേരം കൊണ്ട് തീർക്കുന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് കേട്ടോ. അത് മാത്രമല്ല, എനിക്കുള്ള ടാസ്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ തിരുമ്പണം, തുടക്കണം, വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഞാൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മ സമ്മതിച്ചിട്ടൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ ഉമ്മ പനിച്ച് കിടക്കില്ല, അപ്പം ഞാൻ എടുത്തു കൊടുക്കാൻ നിർബന്ധിച്ചാണ്ട് ഇപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ടപ്പോൾ ഞാൻ എടുത്തു കൊടുക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും തൊണ്ടയ്ക്ക് ഭയങ്കര പ്രോബ്ലമായിട്ട് കിടക്കട്ടോ. അതാണ് എൻ്റെ സൗണ്ട് ശരിക്ക് വരാത്തത്. തൊണ്ട അടഞ്ഞിട്ട് കിടക്കുകയാണ്. എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഉമ്മാനെ സഹായിക്കാൻ പോവാം. രാവിലെ നമ്മൾ ചായയും കടി ഉണ്ടാക്കാൻ പോകട്ടോ. രാവിലത്തെ ചായ ഉണ്ടാക്കണം. അതുപോലെ തന്നെ കടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഡ്ഡലിക്ക് ചട്ടിനി, ഇഡ്ഡലി ആൻഡ് ചട്ടിനി കേട്ടോ. അപ്പോൾ രാവിലത്തെ മാവും കാര്യങ്ങളൊക്കെ അമ്മ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇഡ്ഡലി ഉണ്ട്, അതുപോലെ അതിലേക്കുള്ള കറി ആയിട്ടുള്ള ചട്ടിനിയും കൂടി നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമുക്ക് വേഗം ആ വീഡിയോ കിട്ടാലോ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ചായ തിളച്ചിട്ട് അപ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലിക്ക് വേണ്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇഡ്ഡലി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ചായയും കട്ടൻ ചായയും അതേപോലെ തന്നെ മാഗിയാണ് എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടി എങ്ങനെ ഉണ്ട് എന്ന് കൊണ്ട് പറയിപ്പിക്കാം നമുക്ക്. ഉളാകോ ശരിയാവോ എന്ന് നോക്കാം എന്തായാലും നമുക്ക്. അപ്പോൾ അത് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് എടുത്താണ് നമുക്ക് അച്ചിലോട്ട് പതിയെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടല്ലോ. അടുത്ത സെറ്റും കൂടി സെറ്റാക്കാം നമുക്ക്. അപ്പോൾ അത് രണ്ടാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി നമുക്കത് പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഇതിൽ കടന്ന് കണ്ട് അത് വേവട്ടെ. അപ്പോഴേക്ക് നമുക്കുണ്ടല്ലോ ചായക്ക് വെച്ചിട്ടുള്ള വെള്ളത്തിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്നി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചട്നിക്കുള്ള തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ടോ. നമ്മൾ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ചെറുള്ളി നമ്മൾ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഈ തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണ്ടോ. അതിന് മുന്നേ നമ്മൾ ചായ തിളച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ചട്നിക്ക് വേണ്ടിയുള്ള അരപ്പ് നമുക്കൊരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ചട്നി തൂമിച്ചെടുക്കാൻ വേണ്ടിയുള്ള കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ രാവിലത്തെ ചട്നി സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലത്തെ ഇഡ്ഡലി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഉണ്ടല്ലോ നമ്മൾ പൂക്കിനെ തുറന്നു കേട്ടോ. രാവിലെ തന്നെ പൂക്കിനെ നമുക്കൊന്ന് ജസ്റ്റ് തുറന്നു. പൂക്കിയാ വാ, ഇതാണ് നമ്മുടെ പൂക്കിപ്പാൻ. അപ്പിടി വീച്ചിട്ടല്ല, ഇതാ കണ്ണൊക്കെ പോയി അപ്പിട്ടാ കേട്ടോ. ഐഷ് അടിപൊളി. അപ്പോൾ നമ്മളെ പോക്കിക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് എന്തെങ്കിലും ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ഡലിയും അതുപോലെ തന്നെ ബാക്കി ചട്നിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെർവ് ചെയ്തെടുക്കട്ടോ. ചട്നി ഉപ്പിച്ചിട്ട് കൂടിപ്പോയി. ഉപ്പ് കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നുണ്ടോ. അങ്ങനെ ചായ എല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിയുള്ള വാഷിങ്ങിന് വന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ കൂടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാഷിങ്ങാണ് കുറച്ചുള്ളത്. അപ്പോൾ ഇത്രയും ഡ്രസ്സ് നമുക്ക് വാഷിംഗ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അവർക്ക് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കൊടുത്താൽ മതി. അങ്ങനെ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തു കേട്ടോ. സാധാരണ കുറച്ച് നേരത്തെ കൊടുക്കുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കാൻ നിന്നുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ. അതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് ആക്രാന്തം കാണിക്കുന്നുണ്ട് ഇവർ ഫുഡിന്. 4-5 ദിവസം ഫുഡ് കിട്ടാത്ത പോലെ മാതിരിയാണ് കാട്ടിക്കൂട്ട്. ഓക്കെ, എന്തൊക്കെയായാലും അവരവിടെ ഇന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വീടൊന്ന് തുടക്കാണ്ട്, അപ്പോൾ തുടച്ചെടുക്കാം, നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതാ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചോറാണ് കേട്ടോ. ആദ്യമായിട്ട് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടാകും. പക്ഷേ എല്ലാവരും ക്ഷമിക്കുക, ഞാനങ്ങനെ വീട്ടിൽ പണിയൊന്നും എടുത്ത് കൊടുക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കലുണ്ട് കേട്ടോ.
സിമ്പിളാണ് സിമ്പിൾ. തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എന്താ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ജീരകം ആവശ്യമുണ്ട്, ഏലക്കായ ആവശ്യമുണ്ട്, ഗ്രാമ്പു ആവശ്യമുണ്ട്, പട്ട, പിന്നെ അതേപോലെ ബേ ലീഫ്, പിന്നെ തക്കാളി, ഉള്ളി, പിന്നെ ഇഞ്ചി പേസ്റ്റ്, പിന്നെ വറ്റമുളക് കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സ്പൈസസ് എല്ലാം അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ. ഉള്ളി ഇട്ട് കൊടുക്കാം, ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, ഒന്ന് വാടി വെച്ചോ, മൂടി വെക്കാം. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കുണ്ടല്ലോ തക്കാളി എടുത്ത് മിക്സി ജാറിലിട്ടാണ്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഈ തക്കാളി പേസ്റ്റ് നമ്മൾ വാടി വന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം കൂടെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. ശേഷം അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചുള്ള ചോറും കൂടി ഇട്ടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ തക്കാളി ചോറ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെയുള്ള പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ തക്കാളി ചോറുകളുടെ കോഴി പൊരിക്കാണ്ട് അത് ഞാൻ ജസ്റ്റ് പോയി കുളിച്ച് വന്നതിന് ശേഷമാണ് പോയിരിക്കുന്നത്. കഴിക്കാൻ നേരത്ത് പോയിരിക്കട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:30 കേട്ടോ. 11:30. ഓക്കെ, 11:30ക്ക് നമ്മളെ എല്ലാ പരിപാടിയും തീർന്നു. അപ്പോൾ നമ്മളെ കുളിയെല്ലാം കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്തുള്ള കുറച്ച് തുണികളെല്ലാം ഒന്ന് അയലുമേ തോരട്ട് വെക്കാം കേട്ടോ. നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാം. ആ ഫുഡ് എങ്ങനെ ഉണ്ടെന്നും കൂടി നോക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫുഡ് സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള കോഴി ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് സെർവ് ചെയ്യാൻ പോവാണ്. നമ്മൾ 3 ആൾക്കാരാട്ടോ ഫുഡ് കഴിക്കണം. ഞാൻ, അതുപോലെ തന്നെ റിയമോള്, അതുപോലെ ഇമ്മാട്ടോ. അപ്പോൾ ആ 3 പ്ലേറ്റിലോട്ട് നമ്മൾ പൊരിച്ചെടുത്തുള്ള കോഴി, അതുപോലെ തന്നെ പപ്പടം, അതുപോലെ തൈര്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. നമ്മുടെ തക്കാളി ചോറ് എങ്ങനെ ഉണ്ടായി ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. ഇത് നമ്മളതെല്ലാം റെസിപ്പി ഒന്നുമില്ല കേട്ടോ. നമ്മൾ യൂട്യൂബിൽ നോക്കിയാണ് ഉണ്ടാക്കിയാണ്. നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നില്ല. അങ്ങനത്തെ കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഒരു തക്കാളി ചോറും അറിയില്ല, ഒരു ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെ ഒരു ഫീലുണ്ട്. എങ്ങോട്ട് മാ അടിപൊളിയല്ലേ? ചോറ് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. എങ്ങോട്ട് സൂപ്പർ, അടിപൊളിയല്ലേ? ഓക്കെ. അപ്പോൾ ഉണ്ടാക്കിയ ചോറ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് കണ്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.